ഹായ് ഹലോ നമസ്കാരം. ചോയ്സ് പ്രോപ്പർട്ടീസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാടടുത്തായി തേവക്കൽ ജംഗ്ഷനിൽ നിന്നും വളരെ അടുത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു 4 ബെഡ്റൂം വീടിന്റെ വിശേഷവുമായിട്ടാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. 4.5 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 2300 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമായിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീട്ടിൽ നിന്ന് ബസ് സ്റ്റോപ്പിലേക്ക് വരുന്ന ദൂരം വെറും 650 മീറ്റർ മാത്രമാണ്. കൂടാതെ കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 5.5 കിലോമീറ്ററും കൊച്ചിൻ മെഡിക്കൽ കോളേജിലേക്ക് 2.5 കിലോമീറ്ററും ഇടപ്പള്ളിയിലേക്ക് 7 കിലോമീറ്ററുമാണ് വരുന്നത്. ഒത്തിരി നല്ല വീടുകൾ അടങ്ങുന്ന ഒരു നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. വീതിയുള്ള ഇന്റർലോക്ക് കട്ടകൾ വിരിച്ച വഴിയാണ് ഈ വീട്ടിലേക്ക് നൽകിയിരിക്കുന്നത്. ഒരു കോർണർ പ്രോപ്പർട്ടി ആയിട്ടാണ് ഈ വീട് ഇരിക്കുന്നത്. 2 വലിയ വാഹനങ്ങൾ ഒരേ സമയം പാർക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള പാർക്കിംഗ് സ്പേസുകൾ ഇവിടെ നൽകിയിട്ടുണ്ട്. കടപ്പാക്കല്ലുകൾ വിരിച്ച് ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്താണ് മുറ്റം ഫിനിഷ് ചെയ്തിരിക്കുന്നത്. മറ്റ് തടസ്സങ്ങൾ കൂടാതെ 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനായി ഇവിടെ 2 മെയിൻ ഗേറ്റുകൾ നൽകിയിട്ടുണ്ട്. ഈ വീടിന്റെ പ്രധാന ജലസ്രോതസ് എന്ന് പറയുന്നത് കിണർ വെള്ളം തന്നെയാണ്. കൂടാതെ KWA കണക്ഷനും അവൈലബിൾ ആണ്. 2-3 പേർക്ക് ഇരിക്കാവുന്ന രീതിയിൽ ഒരു സിറ്റ് ഔട്ടാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അകത്തേക്ക് പ്രവേശിച്ചാൽ നമ്മൾ ആദ്യമായി കാണുന്നത് ഈ വീടിന്റെ ലിവിംഗ് സ്പേസ് തന്നെയാണ്. അത്യാവശ്യം നീളമേറിയ ഒരു ലിവിംഗ് ഏരിയ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. LED പ്രൊഫൈലിലേക്ക് കൊടുത്ത് നല്ലൊരു സീലിംഗ് വർക്കും ഇവിടെ നൽകിയിട്ടുണ്ട്. ലിവിംഗ് ഏരിയയിൽ നിന്ന് നേരെ കടന്നു ചെല്ലുന്നത് ഈ വീടിന്റെ വിശാലമായ ഡൈനിങ് സ്പേസിലേക്കാണ്. 10ഓളം ആളുകൾക്ക് വരെ സുഖമായിരിക്കാവുന്നത്ര വലിപ്പത്തിലുള്ള ഒരു ഡൈനിങ് ഏരിയ തന്നെ ഇവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഡൈനിങ് ഏരിയയുടെ ഒരു കോർണറിലായി ഒതുങ്ങി മാറി തന്നെയാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. സ്റ്റെയർവേക്ക് താഴെ ചെറിയ സ്റ്റോറേജ് സ്പേസ് ഒക്കെ ബിൽഡർ നൽകിയിട്ടുണ്ട്. നമുക്കിനി നേരെ ഈ വീടിന്റെ കിച്ചണിലേക്കൊന്ന് കടന്നതല്ല. ഓപ്പൺ കിച്ചൺ ആണെങ്കിൽ തന്നെ ലിവിംഗ് ഏരിയയിൽ നിന്നും പ്രൈവസി ലഭിക്കുന്ന രീതിയിൽ മാറി തന്നെയാണ് കിച്ചൺ ഇരിക്കുന്നത്. കിഴക്ക് ഭാഗത്തേക്ക് ഗ്യാസ് സ്റ്റവ് വെക്കാവുന്ന രീതിയിൽ വാസ്തുപരമായി തന്നെയാണ് കിച്ചൺ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. താഴെയും മുകളിലുമായി ആവശ്യത്തിന് കബോർഡ് വർക്കുകളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം സ്പേഷ്യസ് ആക്കി തന്നെയാണ് വീടിന്റെ കിച്ചൺ നിർമ്മിച്ചിരിക്കുന്നത്. കിച്ചന് പുറമെ ബാക്ക് സൈഡ് മുഴുവനായി തന്നെ കവർ ചെയ്ത് ഒരു വർക്ക് ഏരിയ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പ്രവേശിക്കുന്നത് ഈ വീടിന്റെ 1ാമത്തെ ബെഡ്റൂമിലേക്കാണ്. 11 അടിയോളം നീളം വരുന്നൊരു ബെഡ്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ വലിപ്പത്തിലുള്ള വാർഡ്രോബുകളൊക്കെ ഒരു കോർണറിലായി നൽകിയിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമിന് കൂടി തന്നെയാണ് ഈ ബെഡ്റൂം നിർമ്മിച്ചിരിക്കുന്നത്. നമുക്കിനി നേരെ ഈ വീടിന്റെ 1ാമത്തെ നിലയിലേക്ക് ഒന്ന് പോയി നോക്കാം. ഗ്രൗണ്ട് ഫ്ലോറിൽ 1 ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ 3 ബെഡ്റൂമുമായിട്ടാണ് ഇവിടെ 4 ബെഡ്റൂമുകൾ നിർമ്മിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ കാണുന്നത് ഈ വീടിന്റെ യൂട്ടിലിറ്റി സ്പേസ് ആണ്. വാഷിംഗ് മെഷീൻ വെക്കുന്നതിനായിട്ടുള്ള പോയിന്റ് ഒക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്. ഈ വീട്ടിലെ 2ാമത്തെ ബെഡ്റൂമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. 11 അടിയോളം നീളം വരുന്ന വലിയൊരു ബെഡ്റൂം തന്നെയാണ് ഇവിടെയും നൽകിയിരിക്കുന്നത്. വാർഡ്രോബുകളൊക്കെ താഴത്തെ റൂമിലേതുപോലെ തന്നെ ഇവിടെയും നൽകിയിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമിന് കൂടി തന്നെയാണ് ഈ ബെഡ്റൂമും കൊടുത്തിരിക്കുന്നത്. നമുക്കിനി ഈ വീട്ടിലെ 3ാമത്തെ ബെഡ്റൂം ഒന്ന് കണ്ടു നോക്കാം. സ്റ്റാൻഡേർഡ് സൈസിൽ വരുന്നൊരു ബെഡ്റൂം തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. 2 പാളികളുള്ള ഒരു വലിയ വാർഡ്രോബും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമിന് കൂടി തന്നെയാണ് ഈ ബെഡ്റൂമും കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ കടന്നു ചെല്ലുന്നത് ഈ വീടിന്റെ 4ാമത്തെയും അവസാനത്തെയും ബെഡ്റൂമിലേക്കാണ്. ഏകദേശം 15 അടിയിലധികം നീളത്തിലാണ് ഈ വീടിന്റെ ബെഡ്റൂം നിർമ്മിച്ചിരിക്കുന്നത്. 3 പാളികളുള്ള ഒരു വലിയ വാർഡ്രോബും അതിനോട് കൂടെ തന്നെ ഡ്രസ്സിംഗ് ഏരിയ എല്ലാം ബിൽഡർ സെറ്റ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായും അറ്റാച്ച്ഡ് ബാത്റൂമിൽ കൂടി തന്നെയാണ് ഈ റൂമും നൽകിയിരിക്കുന്നത്. നമുക്കിനി ഈ വീട്ടിലെ അവസാന ഭാഗമായ മെയിൻ ബാൽക്കണിയിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. ഹാൻഡ് റെയിലിന്റെ വർക്ക് കൂടി ഈ ബാൽക്കണിയിൽ ഇനി പെൻഡിംഗ് ഉണ്ട്. ഒരു സ്റ്റാൻഡേർഡ് സൈസിലാണ് ബാൽക്കണി കൊടുത്തിരിക്കുന്നത്. വീടുമായി ബന്ധപ്പെട്ട എല്ലാവിധ വിശേഷങ്ങളും നമ്മൾ ഏകദേശം പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കിനി ഈ വീടിന്റെ വിലയൊന്ന് നോക്കാം. തേവക്കൽ ജംഗ്ഷനിൽ നിന്നും 650 മീറ്റർ മാറി 4.5 സെന്റിൽ 2300 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ 4 ബെഡ്റൂം വീടിന് ബിൽഡർ ചോദിക്കുന്ന വില 1,15,00,000 രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ്. കൂടാതെ ലോണും അവൈലബിൾ ആണ്. ഈ വീടാരെങ്കിലും നേരിൽ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ്. ഞങ്ങളുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു ദിവസം പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ തൽക്കാലം ഞങ്ങൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.